എല്ലാവർക്കും നമസ്കാരം. സാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള റീപെയിന്റിംഗ് വർക്കുമായിട്ടാണ്. റീപെയിന്റിംഗ് വർക്കിൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആനയാണ്. ആനയുടെ ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതുവരെ കിട്ടിയ എല്ലാ സപ്പോർട്ടും എനിക്ക് ഇനിയും വേണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പൂർണ്ണമായും കാണുക. ഈ ഒരു റീപെയിന്റിംഗിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൃത്തിയാക്കിയ ഒരു പ്രതിമയാണിത്. അതുപോലെ തന്നെ ഇതിന്റെ കൊമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് വെച്ചതാണ്. കൊമ്പ് വയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജസ്റ്റ് ഒന്ന് ഒരു ഈർക്കിളിൽ മുക്കി അത് നല്ല രീതിയിൽ പ്ലസ് സ്റ്റിക്ക് യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ശേഷം നല്ല രീതിയിൽ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഉരച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടിക്കുന്നത് സ്കിൻ കളർ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു സ്കിൻ കളർ ബനിയൻ വേസ്റ്റ് മുക്കിയാണ് ചെയ്യുന്നത്. അത് 2 കോട്ടൊക്കെ അടിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ നമുക്കതിൽ നിന്ന് കിട്ടും. ഒപ്പം ഇങ്ങനെ ചെവിയുടെ ഭാഗത്തും ഒക്കെ എവിടെയൊക്കെയാണോ ഈ ഒരു കളർ വേണ്ടത് അതെല്ലാം ഏതെങ്കിലും ഒരു ആനയുടെ ഫോട്ടോ നോക്കി ചെയ്യുക. കാരണം നല്ല റിയലിസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒപ്പം അടുത്തതായിട്ട് നമ്മൾ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്കും ചെറിയ രീതിയിൽ ആ ഒരു സ്കിൻ കളറിന്റെ ആ ഒരു കളറും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഒരു ഹൈലൈറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു ഗുണവും കൂടെ ഉണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ആ ഡീറ്റെയിലിംഗ് ചെയ്തതിന് ശേഷം ആ ഒരു ചുളുക്കുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഞരമ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും. അല്ലാതെ ഞരമ്പും കാര്യങ്ങളും എല്ലാം ലൈറ്റ് കളർ യൂസ് ചെയ്ത് ചെയ്യണം. ഇത് നമുക്ക് ഡാർക്ക് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു സ്കിൻ കളറിന്റെ പുറത്തു കൂടി ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക ബ്ലാക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് വെച്ചതുപോലെ ഇരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം കൊമ്പിലും മറ്റു ഭാഗത്തും എല്ലാം വെള്ള ആവശ്യമുള്ള ഭാഗത്തെല്ലാം വെള്ള കളർ ആഡ് ചെയ്യുക. ശേഷം ഡീറ്റെയിലിംഗ് കൂടുതൽ വേണമെന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചെറിയ ബ്രഷ് യൂസ് ചെയ്ത് വരകളും കാര്യങ്ങളും ചെയ്ത് നഖങ്ങളെല്ലാം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കുക. ഞാൻ ചെറിയ രീതിയിൽ ആദ്യമേ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലൈറ്റ് ബ്ലാക്ക് കൊണ്ട്. അപ്പോൾ അതിപ്പോൾ വൈറ്റ്, ശുദ്ധമായ വൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒപ്പം കുറിയും കാര്യങ്ങളെല്ലാം വരച്ചിട്ടുണ്ട്. അതൊന്ന് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയൊരു ബ്രഷ് ഉപയോഗിച്ച്, കട്ടിയായ ബ്രഷാണ് കേട്ടോ, ഡാമേജ് വന്ന ബ്രഷ് യൂസ് ചെയ്തിട്ട് ഡോട്ടുകൾ ഇടുന്നതാണ്. ആ ഒരു ഡോട്ട് റോസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തുകൂടെ ബ്ലാക്ക് യൂസ് ചെയ്ത് ഒന്നുകൂടെ ഇട്ടപ്പോഴാണ് ഈ ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടിയത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയ്ക്കും എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.